ഇത് ഉണ്ടംപുരിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഉണ്ണിയപ്പമാണോ? അതുമല്ല. ഇനി എന്താണെന്ന് വീഡിയോ കണ്ടു നോക്കിയിട്ട് നിങ്ങൾ തന്നെ പറയും. ഏതായാലും വളരെ സ്വാദുള്ള ഒരു 4 മണി പലഹാരമാണ്, ഒരു മധുരവുമാണ്. ആദ്യം മിക്സിയുടെ ഒരു വലിയ ബൗൾ എടുക്കാം. അതിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ആദ്യം 1 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് കൂടി ഇടാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് 4 ഞാലിപ്പൂവൻ പഴമാണ്. സത്യത്തിൽ ഈ പഴം ഇവിടെ ഇരുന്ന് നല്ലപോലെ പഴുത്ത് തുടങ്ങിയപ്പോൾ ഈ പഴം ചിലവാക്കാനുള്ള ഒരു ഐഡിയ ആയിട്ടാണ് ഈ ഒരു പലഹാരം ഉണ്ടായത്. അപ്പോൾ ഈ പഴം ആദ്യം ഒന്ന് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. പക്ഷെ വെള്ളമില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് അടിഞ്ഞു കിട്ടുന്നില്ല. ഇങ്ങനെ ഉരുണ്ട് കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ അല്പം ശർക്കര ഉരുക്കിയത് ചേർക്കുകയാണ്. ഞാൻ 1/2 കിലോ ശർക്കര ഉരുക്കി വെച്ചിരുന്നു. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് ഉരുക്കിയത്. അതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് ഈ മാവിലേക്ക് ചേർക്കാം. എന്നിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം ഞാനൊരു 4 ടേബിൾ സ്പൂൺ ശർക്കര ഒഴിക്കുകയാണ്. പിന്നെ പോരെങ്കിൽ ആവശ്യത്തിന് ചേർക്കാം. കുറച്ചുകൂടി ചേർക്കേണ്ടി വന്നു. ഏതായാലും ഈ ഒരു പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ലൂസും ആവരുത്, ഒരുപാട് ടൈറ്റും ആവരുത്. ഈ ഒരു പാകത്തിനിരിക്കണം മാവ് കേട്ടോ. ശർക്കര ഇത്രയും ബാക്കിയുണ്ട്. അപ്പോൾ 1/2 കിലോ ശർക്കര എടുക്കണ്ട. ഈ 1.5 കപ്പ് ഗോതമ്പ് മാവിന് 1/4 കിലോ ശർക്കര ധാരാളം മതി. ഇനി ഇതിൽ ഞാൻ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതാണ്. ഉണ്ടംപുരിയിൽ സാധാരണ ആരും തേങ്ങ ഇടാറില്ല. അതുകൊണ്ടാണ് ഇത് ഉണ്ടംപുരിയല്ല എന്ന് ഞാൻ പറഞ്ഞത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്പം കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഏതായാലും 2 മണിക്കൂറിന് ശേഷമാണ് ഇത് ഉണ്ടാക്കുന്നത്. ആ സമയത്ത് ടെക്സ്ചർ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ അല്പം വെള്ളമോ ശർക്കരയൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ചു വയ്ക്കാം. ഒരു 2 മണിക്കൂറിന് ശേഷമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോഴേക്കും മാവ് ഒന്നും കൂടി സോഫ്റ്റായി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു. ഞാൻ വെളിച്ചെണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഏതായാലും ഒരു നാടൻ പലഹാരമല്ലേ, വെളിച്ചെണ്ണ തന്നെയായിരിക്കും കൂടുതൽ നല്ലത്. നമ്മുടെ മാവിലേക്ക് ഒരു അല്പം സോഡാപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. അത് ഫ്രൈ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് മാത്രം ചേർത്താൽ മതി. മിക്സ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടി കട്ടിയായ പോലെയാണ് തോന്നുന്നത്. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ശർക്കര ഉരുക്കിയ ആ വെള്ളം ചേർക്കാം. അതല്ലെങ്കിൽ വെറും പച്ചവെള്ളം ചേർക്കാം. ഞാൻ നോക്കിയിട്ട് മധുരം ആവശ്യത്തിനുണ്ട്. അതുകൊണ്ട് അല്പം വെള്ളം തന്നെ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ വെള്ളം എക്സ്ട്രാ ആയിട്ട് ചേർത്തിട്ടുണ്ട്. ശർക്കര ഉരുക്കാനൊക്കെ ഞാൻ വളരെ കുറച്ച് വെള്ളമേ ഉപയോഗിച്ചിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് ഈ വെള്ളം ചേർക്കേണ്ടി വന്നത്. ഇപ്പം ഏതാണ്ട് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇപ്പോഴും ഒരുപാട് ലൂസല്ല, ഈ ഒരു പാകത്തിന് മതി. ഇനി ഒരു പാത്രത്തിൽ അല്പം വെള്ളം എടുത്ത് വെക്കണം. ഇത് നമ്മുടെ കൈ നനയ്ക്കാനാണ്. നനഞ്ഞ കൈ കൊണ്ട് എടുത്താലേ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടും. ഇതുപോലെ കുറച്ച് മാവ് എടുത്തിട്ട് വേണമെങ്കിൽ ഇതുപോലെ ഉരുളയാക്കി ചെയ്യാം. അതല്ലെങ്കിൽ അങ്ങനെ കറക്റ്റ് ഷേപ്പ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇറഗുലർ ഷേപ്സ് ആയിട്ടും ചെയ്യാം. ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം ചൂട് എപ്പോഴും ഉണ്ടാവണം. ഒരുപാട് ചൂട് കൂട്ടി ഇടരുത്, കാരണം നമുക്ക് ആ ഗോതമ്പ് നല്ലപോലെ വെന്ത് കിട്ടാനുള്ളതാണ്. സമയമെടുത്ത് തന്നെ കുക്ക് ചെയ്യുക. ഓരോ സൈഡും ആയി വരുന്നതനുസരിച്ച് തിരിച്ചിട്ട് കൊടുക്കണം. നമ്മൾ ആ ഉണ്ടംപൊരിയുടെയൊക്കെ ആ ഒരു കളറിലേക്ക് തന്നെ വരണം ഇതും. അതുവരെ തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കുക. ആ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട് ഇപ്പോൾ. ഇനി തീ നല്ല പോലെ ഒന്ന് കൂട്ടി വെച്ച് നല്ല ചൂടുള്ളപ്പോൾ തന്നെ കോരിയെടുക്കുക. അപ്പോൾ ഒട്ടും എണ്ണ കുടിക്കാതിരിക്കും. ഇത് വളരെ സ്വാദിഷ്ടമായൊരു പലഹാരമാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലല്ലോ. ഏതായാലും ഞാനൊരു ടിഷ്യൂലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട്. ഇത് സെക്കൻഡ് ട്രിപ്പാണ്. മുഴുവൻ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.
ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. മധുരം ഇഷ്ടമുള്ള എല്ലാവർക്കും തീർച്ചയായിട്ടും എൻ്റെ ഈ ഉണ്ണിയപ്പത്തിൻ്റെ സ്വാദുള്ള ഈ ഉണ്ടംപൊരി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണേ. ഒരെണ്ണം നമുക്ക് പൊട്ടിച്ച് നോക്കാം. പുറം നല്ല ക്രിസ്പാണെങ്കിലും ഉള്ളു നല്ല സോഫ്റ്റാണ്. ഇതിൻ്റെ പേര് നിങ്ങൾ തന്നെ തീരുമാനിക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്.